22 വർഷമായി ഞങ്ങളിവിടെ ഓണത്തപ്പം വയ്ക്കാൻ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓണം ആഘോഷിക്കുന്നത് തൃപ്പൂണിത്തറയിലുള്ള ആളുകൾ തന്നെയാണ്. പൂക്കളും ഓണത്തപ്പനും വസ്ത്രവും എല്ലാം വാങ്ങി നല്ലൊരു ഓണം അവിടെ. 28 വർഷമായി കുടുംബശ്രീ തുടങ്ങിയ കാലം 28ആണ്. ആ 28 വർഷമായി ഇവിടെ സ്റ്റാൾ തുടങ്ങാറുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് ഒരു പൈതൃകമുണ്ട്. അതനുസരിച്ച് ഇവിടെ എല്ലാ പരിപാടിയും നല്ല ഭംഗിയോടുകൂടി നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ പൂക്കാർ നിറഞ്ഞ് നിൽക്കണമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കോടതിയുടെ ഒരു ഇത് ഉള്ളത് കൊണ്ട് പൂക്കച്ചവടം അങ്ങനെ അധികം ഇല്ല. മറ്റത് റോഡ് മൊത്തം തിങ്ങി ബ്ലോക്കായിരിക്കണ സമയമായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരെ. കഴിഞ്ഞ വർഷം മുതലാണ് കച്ചവടം വഴിയോര കച്ചവടം നിരോധിച്ചേക്കണത്. ഞങ്ങൾ ഇത് വന്ന് 22 കൊള്ളായി. ഓണത്തിന് വിഷുവിന് മാത്രം പൂക്കച്ചവടം, ബാക്കി ദിവസം ചീര പച്ചക്കറി കച്ചവടം. ഓണക്കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുഴപ്പമില്ലാത്ത നല്ലൊരു രീതിയിലാണ് പോണത്. ഞങ്ങൾക്ക് എല്ലാ പൂവും വരും. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ബന്ദിപ്പൂജ്യം, വെള്ളവേന്തി, മഞ്ഞ എല്ലാ സൈസും മുല്ലപ്പൂവാണ് കൂടുതൽ. അത് ഓണത്തിന് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൂവിൻ്റെ പരിപാടി. എല്ലാ സാധനത്തിൻ്റെ പരിപാടിക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു അതിൻ്റെ ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായി അത്തം പ്രമാണിച്ച് ഒരു 10 ദിവസം. ഞാൻ വരാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. അന്ന് ഞങ്ങളിപ്പോൾ അന്ന് ചള്ള കിട്ടും. അപ്പം ഉണ്ടാക്കാം. അപ്പോൾ മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, ഒടിഞ്ഞു പോകും. ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മണ്ണ് വരുത്തിക്കും ഞങ്ങൾ, എന്നിട്ടാണ് പിടിക്കുന്നത്. 2-3 ദിവസത്തെ പാടാവും. ഇവിടെയാണ് ഇത് അധികം വിപണനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ വീട്ടിലൊക്കെ കുറച്ചൊക്കെ ഹോൾസെയിലായിട്ടൊക്കെ കച്ചവടം കിട്ടാറുണ്ട്. ഇത് കളിമണ്ണ് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടത്തുനിന്ന് എടുക്കുമായിരുന്നു മണ്ണ്. ഇപ്പം അങ്ങനെ പാടത്തുനിന്ന് മണ്ണ് എടുക്കാൻ മേല അവിടെ. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിയിൽ നിന്ന് അരച്ച മണ്ണ് ഞങ്ങൾ 1 കിലോയ്ക്ക് 20 രൂപ വിലയ്ക്ക് വാങ്ങുകയാണ്. അത് പീസായിട്ട് കിട്ടും. അവർ മെഷീനിൽ അരച്ച് തരും. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കും. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇപ്പോൾ ഒരു പൂജ ഐറ്റംസ് സാധനങ്ങൾ കാക്കനാട് ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരണേ എന്നുവെച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു കടയിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും, പക്ഷെ എല്ലാ സാധനവും കിട്ടില്ല. അപ്പോൾ അവരെല്ലാം പറയണത് ഇവിടെ പൂർണ്ണത്രേശൻ്റെ നടക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഒരു പൂക്കലയൊക്കെ ഓടി നടന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. പക്ഷെ ഇവിടെ തൃപ്പൂണിത്തുറയിലെ കടകളിൽ അത് കിട്ടും. അത്തം തുടങ്ങി ഉത്രാടം വരെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ കടകളിലും എല്ലാ ഷോപ്പിലും മൊത്തം വഴിയെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. മെയിനായിട്ട് ഡ്രസ്സ് എടുക്കൽ, പിന്നെ പൂവിന് മെയിനാണല്ലോ. കേരളത്തിൻ്റെ ഉത്സവം യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത് നാടാണല്ലോ തൃപ്പൂണിത്തുറ. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലും പൂക്കച്ചവടമൊക്കെ അങ്ങനെ പൊടി പൊടിച്ച് നടക്കണം. ഓണം സ്പെഷ്യൽ കാണുന്നത് ഏറ്റവും കൂടുതൽ പൂവാണ്. പിന്നെ ഓണത്തപ്പൻ, അതുപോലെ മാവേലി, ഇതൊക്കെയാണ് സ്പെഷ്യലായിട്ട് വരാറ്. പിന്നെ ഈ ലാസ്റ്റ് 2 ദിവസം ഉത്രാടം, നാളിൽ 2 ദിവസം എല്ലാ കച്ചവടക്കാരും ഉണ്ടാവും. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക ആളുകളും തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ച് 2 ദിവസം ഇവിടെ വന്നു പോകും. തൃപ്പൂണിത്തുറയിലാണ് ഓണപ്പാച്ചിലുള്ളത്. ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ വന്ന് നോക്കിയാൽ കാണാൻ ഭയങ്കര തിരക്കായിരിക്കും. ആളുകൾ പറയണത് വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ തിരക്കില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്.